ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ്. ബൈ. ലെബനൻ ബ്ലാസ്റ്റ്. പശ്ചിമേഷ്യ വീണ്ടും പുകയുകയാണ്. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാണ്. ഇസ്രായേൽ വീണ്ടും ലെബനനിൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. വീണ്ടും ആക്രമണം നടത്തിയിരിക്കുകയാണ്. വ്യോമാക്രമണത്തിൽ അതായത് തിങ്കളാഴ്ച ഇന്നലെ സെപ്റ്റംബർ 23 നടത്തിയ വ്യോമാക്രമണത്തിൽ ഏകദേശം 500 പേരാണ് കൊല്ലപ്പെട്ടത്. 500 പേര് കൊല്ലപ്പെടുകയും 1650-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതായത് സമീപ കാലഘട്ടത്തിലെ ലാസ്റ്റ് ഒരു 18 വർഷത്തിലെ ഏറ്റവും വലിയ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. അതായത് 2006 ഇവർ തമ്മിൽ ഒരു 34 ദിവസത്തെ യുദ്ധം നടന്നിരുന്നു. അതിനുശേഷമുള്ള ഏറ്റവും മാരകമായ ഒരു ആക്രമണമാണ് ഇപ്പോൾ 18 വർഷത്തിനിടയ്ക്ക് ഇപ്പോൾ നടന്നിരിക്കുന്നത്. 18 വർഷത്തിനുള്ളിൽ ഇപ്പോഴും നടന്നിരിക്കുന്നത് 2006 ശേഷം 500 പേരാണ് കൊല്ലപ്പെട്ടതും 650-ലധികം പേർക്കാണ് പരിക്കേറ്റതും. അത്ര നല്ല വാർത്തകളല്ല ലെബനനിൽ നിന്നും പുറത്തു വരുന്നത്. അത്ര നല്ല റിപ്പോർട്ടുകളല്ല ലെബനൻ്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നിന്നും ലോകത്തോട് അല്ലെങ്കിൽ ലോകത്തോട് പറയുന്നത് അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നതെന്ന് പറയാം. ലോകരാജ്യങ്ങളെല്ലാം ഭീതിയിലാണ്. യു എൻ ആയിക്കോട്ടെ, US ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. മറ്റൊരു ഗാസയാക്കരുതെന്നാണ് ഇന്ത്യ ഇതിൽ പറഞ്ഞ അഭിപ്രായം എന്ന് പറയുന്നത്. ഗാസയെക്കുറിച്ച് പറയുമ്പോൾ ഗാസയിലും ഇസ്രായേൽ ആക്രമണം നടത്തി കഴിഞ്ഞ 24 മണിക്കൂറിനിടയ്ക്ക്. അവിടെ അപ്പോൾ 24 പാലസ്തീനികൾ കൊല്ലപ്പെട്ടു, 60 പേർക്കോളം പരിക്കേറ്റു. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇസ്രായേൽ ഓടി നടന്ന് ആക്രമിക്കുകയാണെന്നാണ് തോന്നുന്നത്. അതായത് പശ്ചിമേഷ്യ ഫുള്ള് അവരുടെ കൺട്രോളിൽ, അല്ലെങ്കിൽ അവരെ എല്ലാ രാജ്യങ്ങളെയും ആക്രമിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് പറയാം. ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, തങ്ങളെ ഒരു രാജ്യം വേദനിപ്പിക്കുകയാണെങ്കിൽ അവരെ ഞങ്ങൾ കൂടുതൽ വേദനിപ്പിക്കുമെന്നാണ് അദ്ദേഹം ഈ ആക്രമണത്തിന് തൊട്ട് പിന്നാലെ അദ്ദേഹം വെളിപ്പെടുത്തിയത്. അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പാണ് പശ്ചിമേഷ്യ എത്ര വലിയ സംഘർഷഭരിതമാണ്. ഇനിയും അവർ ഒട്ടേറെ യുദ്ധങ്ങൾ നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്നും അതാണ് പുറത്തേക്ക് വരുന്നത്. ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ആക്രമണം അവർ നടത്തിയത്. അതായത് 1300 ഹിസ്ബുള്ളയുടെ 1300 ലക്ഷ്യസ്ഥാനങ്ങളിൽ 650-ലേറെ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത്. കഴിഞ്ഞ ആഴ്ച പേജർ ആക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നു. അതായത് ഹിസ്ബുള്ളയുടെ ഒരേ സമയം 1000-ലധികം പേജറുകളാണ് ഒരേ സമയം പൊട്ടിത്തെറിച്ചത്. അതും ലോകത്തെ ഒന്ന് ഭീതിയിലാഴ്ത്തിയിരുന്നു. അതിനുശേഷം വീണ്ടും വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ലെബനനും ഇസ്രായേലും തമ്മിൽ അത്ര ശുഭകരമായൊരു ബന്ധമല്ല. ഇടയ്ക്കിടെ റോക്കറ്റ് ആക്രമണമൊക്കെ നടത്തിയിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ പേജർ ആക്രമണത്തോടുകൂടി അത് അതിരൂക്ഷമായി. ഇപ്പോഴിതായി വ്യോമാക്രമണത്തിലൂടെ അത് അടുത്ത ഘട്ടത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇവർ തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ പണ്ട് കാലം മുതൽ തന്നെ, അതായത് 1948 കാലം മുതൽ തന്നെ ഇവർ തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ചരിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് 1942 ലെബനൻ രൂപീകരിച്ചതെങ്കിൽ 1948 ഇസ്രായേൽ രൂപീകരിച്ചത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് തുടരെ ആക്രമണങ്ങൾ, ജലത്തെ തുള്ളിയുള്ള ആക്രമണം, വെള്ളത്തെ ചൊല്ലിയുള്ള ആക്രമണം, അങ്ങനെ നിരവധി ആക്രമണങ്ങൾ. 1960-കളിൽ ജലത്തിന് വേണ്ടിയായിരുന്നു ആക്രമണം. അങ്ങനെ നിരവധി ആക്രമണങ്ങൾ 1970-കളിൽ 80-കളിൽ അവസാനമായിട്ടൊരു ഭീകരമായ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞാൽ 2006 അതിനുശേഷം ചെറിയ തോതിലുള്ള അറ്റാക്കുകളായിരുന്നു. പിന്നീട് 2023 വീണ്ടും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതും കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഇവർ തമ്മിൽ റോക്കറ്റ് ആക്രമണം നിരന്തരം നടക്കുന്നുണ്ടെങ്കിലും ഇതാണ് ഏറ്റവും കഠിനമായ, കഴിഞ്ഞ ഒരു 10-18 വർഷത്തിനിടയിൽ ഏറ്റവും കഠിനമായ ഒരു ആക്രമണം എന്ന് പറയാം ലെബനനും ഇസ്രായേലും തമ്മിൽ. അപ്പോൾ ഒരേ സമയം ഇസ്രായേൽ ഗാസയെ ആക്രമിക്കുന്നു, ലെബനനെ ആക്രമിക്കുന്നു. അങ്ങനെ ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം ഇസ്രായേൽ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരു 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു മുന്നോടിയാണോ എന്ന രീതിയിൽ തോന്നിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നുണ്ട്. കാരണം റഷ്യ-ഉക്രൈൻ വാർ അതിങ്ങനെ ഒരു സ്ഥലത്ത്, അതോടൊപ്പം ഇപ്പോൾ ഇസ്രായേൽ ഗാസ, അത് ഇപ്പോഴത്തെ ഇസ്രായേൽ ലെബനന് അങ്ങനെ പോകുന്നു. ഇപ്പോൾ ലെബനന് സപ്പോർട്ടായിട്ട് ഇറാനുണ്ട്. അപ്പോൾ ഇറാനൊക്കെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വഷളാകും. ഏതായാലും പശ്ചിമേഷ്യ അത്ര നല്ല രീതിയിലല്ല പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെന്ന് ആണ് ഇപ്പോൾ ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.